ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഷൻ LSGSന്റെ സീരീസ് ആണ്. അപ്പോൾ ഇന്നത്തെ സീരീസ് ഡിസ്കഷനിൽ നമ്മൾ മെന്റൽ എബിലിറ്റിയിലെ 4ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുൻപ് നടന്നിട്ടുണ്ടായിരുന്ന 3 സെറ്റിലും മെന്റൽ എബിലിറ്റിയിലെ പല ടോപ്പിക്സ് ക്ലബ് ചെയ്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും 2 ടോപ്പിക്സ് ആണ്. സോ ക്ലോക്കും കാലണ്ടറും ഈ 2 ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ക്ലോക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണ കാണാറുണ്ട് അല്ലെ. ആംഗിൾ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഫോൾട്ടി ക്ലോക്ക് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ക്ലോക്കിലെ സമയത്തിന്റെ റിഫ്ലക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പിന്നെ വീണ്ടും കാലണ്ടറിൽ അതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു ഡേറ്റ് തന്നിട്ട് ഡേ കണ്ടുപിടിക്കാനുള്ള ചോദ്യം, അല്ലെങ്കിൽ കമ്പാരിസൺ ഉപയോഗിച്ച് റെഫറൻസ് ഡേറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാലണ്ടറിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ ഈ സബ് ടൈപ്സ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിക്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 1ാമത്തെ ചോദ്യം. ഇഫ് 1st October is Sunday, then 1st November will be dash. സോ ഒക്ടോബർ 1 ഒരു സൺഡേ ആണെങ്കിൽ നവംബർ 1 തീയതി എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഒക്ടോബർ 1 തീയതി ഇതൊരു സൺഡേ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് ഇവിടേക്ക് നവംബർ 1 തീയതിയാണ്. എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റുക? ഇത് രണ്ടും അടുത്തടുത്ത മാസങ്ങളാണ് അല്ലെ. സോ ഈ കാലണ്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്. എന്താണ് ഈ ഓഡ് ഡേയ്സ്? ഞാനൊരു ചെറിയ എക്സാമ്പിൾ ചെറുതായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് 1 തീയതി ഒരു തിങ്കളാഴ്ചയാണ് എന്ന് കരുതുക. അടുത്ത തിങ്കളാഴ്ച ഇനി വരുന്നത് എപ്പോഴായിരിക്കും? 7 ദിവസം കഴിഞ്ഞിട്ട് 8 തീയതി ആയിരിക്കും അടുത്ത തിങ്കളാഴ്ച വരിക അല്ലെ. അത് കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് 15 തീയതി ആയിരിക്കും അടുത്ത മൺഡേ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വരിക. സോ ഇനി നമ്മളോട് ഇപ്പോൾ ചോദിക്കുകയാണ്, അടുത്ത 7 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും മൺഡേ വരും. അങ്ങനെയാണെങ്കിൽ 8 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതായിരിക്കും വരിക? 7 ദിവസത്തിൽ മൺഡേ വരുമെങ്കിൽ 7 + 1 ആണ് 8 വരുന്നത് അല്ലെ. അപ്പൊ 8 ദിവസം കഴിയുമ്പോൾ മൺഡേ +1 ട്യൂസ്ഡേ വരും. സോ ഈ അധികം വരുന്ന ദിവസത്തിനെയാണ് നമ്മൾ സാധാരണ ഓഡ് ഡേ എന്ന് കാലണ്ടറിന്റെ കോൺസെപ്റ്റിൽ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാഴ്ച തികയാൻ എത്ര ദിവസം ബാക്കിയുണ്ടോ, അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ നമുക്ക് 10 ദിവസം തരികയാണെങ്കിൽ ഒരാഴ്ചയും 3 ദിവസവും എക്സ്ട്രാ ഉണ്ടാവും അല്ലെ. ആ 3 ദിവസത്തിന് നമുക്ക് 3 ഓഡ് ഡേയ്സ് എന്ന് പറയാം. ഇനി 15 ദിവസം ആണെങ്കിൽ 2 ആഴ്ചയായി, 14 ദിവസം എന്ന് വെച്ചാൽ 2 ആഴ്ച, അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ദിവസം പിന്നെയും വരും. സോ നമുക്ക് അത് ഒരു ഓഡ് ഡേ എന്ന് പറയാൻ പറ്റും. സോ ഇവിടെ നമുക്കറിയാം ഒക്ടോബറിൽ സാധാരണ ഒക്ടോബർ മാസത്തിൽ എത്ര ദിവസങ്ങളാണ് ഉണ്ടാവുക? ഒക്ടോബർ മാസത്തിൽ 31 ദിവസമാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ എത്ര ആഴ്ചയായിരിക്കും ഉണ്ടാവുന്നത്? അതിൽ നമുക്കറിയാം 4 ആഴ്ച അല്ലെങ്കിൽ 4 വീക്സും അതിന്റെ കൂടെ തന്നെ നമുക്ക് 3 എക്സ്ട്രാ ഡേയ്സും കിട്ടും അല്ലെ. അപ്പൊ ഈ 3 ദിവസം വരുന്നത് എങ്ങനെയാണ്? 4 ആഴ്ച എന്ന് വെച്ചാൽ 28 ദിവസവും അതിന്റെ കൂടെയുള്ള 3 കൂടെ ചേരുമ്പോഴാണ് ഈ 31 ദിവസം ഉണ്ടാവുന്നത്. സോ ഒക്ടോബർ 1 നിന്നും നവംബർ 1 പോകുമ്പോൾ 3 ദിവസം അധികം കിട്ടും ഈ ആഴ്ച ശേഷം. സോ അപ്പൊ ഇത് സൺഡേ ആണെങ്കിൽ നവംബർ 1 ഏതായിരിക്കും വാല്യൂ വരുന്നത്? സൺഡേ കഴിഞ്ഞ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആയിരിക്കും വാല്യൂ വരുന്നത് അല്ലെ. സോ സൺഡേ കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം ഏതാണ്? ബുധനാഴ്ചയാണ്. സോ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതായിരിക്കും? ബുധനാഴ്ച, വെനസ്ഡേ ആയിരിക്കും. ഓപ്ഷൻ നമ്പർ 1 ആണ് അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എപ്പോൾ ക്വസ്റ്റ്യൻ വന്നാലും നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഓഡ് ഡേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ കാലണ്ടറിലെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ലുക്കിംഗ് ഇൻ ടു എ മിറർ ദി ക്ലോക്ക് ഷോസ് 12:15 ആസ് ദ ടൈം, ദി കറക്റ്റ് ടൈം ഇസ് ഡാഷ്. അപ്പോൾ ഒരു മിററിൽ നോക്കുന്ന സമയത്ത് ക്ലോക്കിൽ കാണിക്കുന്ന സമയം 12:15 ആണെങ്കിൽ ശരിക്കുള്ള സമയം എത്രയാണ്? അപ്പോൾ എന്താണ് ഈ മിററിൽ ക്ലോക്ക് കാണിക്കുന്ന സമയം? അതിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്ലോക്ക് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അതിൽ ഇവിടെ സമയം 3 മണിയാണ് കാണിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ വലത് ഭാഗത്ത് നമ്മൾ ഒരു മിറർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ സൂചി ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇപ്പൊ കാണിക്കുന്ന സമയം ഇതാണ്. ഇത് 3 PM ആണെങ്കിൽ ഇതിൽ കാണിക്കുന്നത് 9 PM ആയിരിക്കും അല്ലെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, 3 മണിന്റെ അടുത്ത് മിറർ വെച്ചാൽ 9 മണി പോലെ തോന്നും. പക്ഷെ ഓരോ തവണയും നമുക്ക് ഇതുപോലെ മിറർ വെച്ച് വരച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻസർ കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമയം 10:23 ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ മിറർ ഇമേജ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ വരച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത്
നമ്മളിവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷോർട്ട് കട്ട് മെത്തേഡ് എന്താണെന്ന് കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. തന്നിരിക്കുന്ന സമയം, അത് ഇപ്പം മിററിലെ ആക്ച്വൽ സമയമാണെങ്കിലും ക്ലോക്കിലെ ആക്ച്വൽ സമയമാണെങ്കിലും അല്ലെങ്കിൽ മിററിലെ സമയമാണെങ്കിലും എല്ലാത്തിനെയും ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങളുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആ സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി 12 മണിയാണ്. പക്ഷെ എപ്പോഴും നമുക്ക് 12 മണിയിൽ നിന്ന് തന്നിരിക്കുന്ന സമയം സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ 12:15 ആണെങ്കിൽ 0 നിന്ന് 15 എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ബോറോ ചെയ്യേണ്ടി വരും. അതൊക്കെ പണിയാണ്. അപ്പോൾ 11:60 എന്ന് നമുക്ക് 12 മണിനെ മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ചില കേസിൽ ഇപ്പം 9:30 മിറർ ആണ് ചോദിക്കുന്നതെങ്കിൽ 11 നിന്ന് 9 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, 60 നിന്ന് 30 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളോട് ഇതുപോലെ 12:15 ആണ് ചോദിക്കുന്നതെങ്കിലോ 11 നിന്ന് നമുക്ക് 12 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം, ഇതിന്റെ കൂടി ഒരു 12 മണിക്കൂറും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇതിനെ 2360 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ മിറർ സൈഡിൽ വെക്കുന്നതാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ ഫോർമുലയാണ്. അത് ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം അതിനി ക്ലോക്കിലെ ആക്ച്വൽ സമയമാണെങ്കിലും മിററിൽ കാണിച്ചിരിക്കുന്ന സമയമാണെങ്കിലും നിങ്ങൾ അതിനെ ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ സൗകര്യാർത്ഥം ഏതെങ്കിലും ഒന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, അത്രയാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 12:15 ആണ്. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 0യും പിന്നെ ഇവിടെ 45ഉം വരും, ബുദ്ധിമുട്ടാണ്. ഇനി ഇവിടെ വീണ്ടും 12:15 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 11 നിന്ന് 12 പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഫോർമാറ്റിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 60 നിന്ന് 15 പോയാൽ 45 കിട്ടും. 23 നിന്ന് 12 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടേക്ക് 12 തന്നെ കിട്ടും. സോ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ഏതായിരിക്കും? 12:15 ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഞാനിപ്പം പറഞ്ഞു തന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, July 3, 1970 was a Friday. Then July 3, 1977 was dash. അപ്പോൾ 1970 ജൂലൈ 3 എന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് 1977 ജൂലൈ 3 ഏത് ദിവസമാണെന്നാണ്. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? വീണ്ടും ഞാനിവിടെ തന്നിരിക്കുന്ന ഡേറ്റ് എടുക്കുകയാണ്. ജൂലൈ 3, 1970 അതൊരു ഫ്രൈഡേ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് അതേ ഡേറ്റ് തന്നെയാണ് കേട്ടോ. റെഫറൻസ് ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഡേറ്റും മാസവും സെയിം ആണ്, വർഷം മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഒരേ ഡേറ്റ് ആയതുകൊണ്ട് വർഷങ്ങൾ മാത്രം നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അതായത് ഞാനൊരു ജസ്റ്റ് ഒരു കോൺസെപ്റ്റും കൂടി പറഞ്ഞു തരാം. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം, കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഒരു വർഷം ഉണ്ടെന്ന് കരുതുക. അതൊരു നോർമൽ ആയിട്ടുള്ള ഇയർ ആണ്. സാധാരണ വർഷത്തിൽ 365 ദിവസങ്ങൾ ഉണ്ടാകും. അതിനെ നമ്മൾ മാറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് 52 ആഴ്ചയും അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഡേയും കിട്ടും. ഓക്കെ, എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു ലീപ്പ് ഇയർ ആണ് ഉള്ളത് എങ്കിൽ അവിടെ 365 പകരം 366 ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ 52 ആഴ്ചയുടെ കൂടെ 2 എക്സ്ട്രാ ഡേ ഉണ്ടാകും. അപ്പൊ എന്താണ് ഈ ഒരു എക്സ്ട്രാ ഡേയും എന്താണ് ഈ 2 എക്സ്ട്രാ ഡേയും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡ് ഡേയുടെ കോൺസെപ്റ്റ് അറിയണമെന്ന്. സോ ഈ ഓഡ് ഡേനെയാണ് നമ്മൾ ഇവിടെ 1 എക്സ്ട്രാ ഡേ ആയിട്ടും 2 എക്സ്ട്രാ ഡേ ആയിട്ടും സെലക്ട് ചെയ്യുന്നത്. സോ ഒരു സാധാരണ വർഷത്തിൽ ഒരു എക്സ്ട്രാ ഡേയും ഒരു ലീപ്പ് ഇയറിൽ 2 എക്സ്ട്രാ ഡേയും ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ 1970 തൊട്ട് 77 വരെ നമുക്കറിയാം എത്ര വർഷങ്ങളാണുള്ളത്? 7 വർഷങ്ങളാണുള്ളത് അല്ലെ. അതിൽ എത്ര ലീപ്പ് ഇയറും എത്ര നോൺ ലീപ്പ് ഇയറും ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 72 ഒരു ലീപ്പ് ഇയർ ആണ്, അതുപോലെ തന്നെ 76 ലീപ്പ് ഇയർ ആണ് അല്ലെ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ലീപ്പ് ഇയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2 ലീപ്പ് ഇയറും അതുകൂടാതെ ബാക്കി 5 എണ്ണം നോൺ ലീപ്പ് ഇയറും ആണ് കിട്ടുന്നത്. സോ ഒരു ലീപ്പ് ഇയറിൽ 2 ഓഡ് ഡേ ആണ് വരിക. അപ്പൊ ഇവിടെ നിന്ന് മൊത്തം എത്ര ഓഡ് ഡേ കിട്ടും? 2 × 2 4 ഓഡ് ഡേയും. ഇവിടെ ഒരു നോൺ ലീപ്പ് ഇയറിൽ ആകെ ഒരു ഓഡ് ഡേ ഉള്ളൂ. സോ 5 × 1 നമുക്ക് 5 ഓഡ് ഡേയ്സും ആണ് കിട്ടുന്നത്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മൊത്തം 9 ഓഡ് ഡേ ആണ് കിട്ടുന്നത്. സോ 9 എന്ന് വെച്ചാൽ അതിൽ ഒരാഴ്ച പിന്നെയും കഴിഞ്ഞല്ലേ. അപ്പൊ അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആയിരിക്കും കിട്ടുന്നത്. സോ മൊത്തം നമുക്ക് ഇവിടെ 2 ഓഡ് ഡേ ആണ് കിട്ടുന്നത്.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഇത് തന്നിരിക്കുന്നത് ഫ്രൈഡേ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? മൊത്തത്തിൽ ആകെ 2 ദിവസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. സോ ഫ്രൈഡേ +2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൺഡേ ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ എയിലുള്ള സൺഡേ ആയിരിക്കും ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ കാലണ്ടർ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. അതിൽ കോൺസെപ്റ്റ് ഓഡ് ഡേ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ അത്യാവശ്യം എന്താ പറയുക, ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കാലണ്ടർ. അത് നമ്മൾ എക്സാമ്പിൾ ഒക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായിട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്, കാരണം പെട്ടെന്ന് പറഞ്ഞു പോകുന്നതും കൊണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ്സിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വേറെ അവൈലബിളും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഓരോ ക്വസ്റ്റ്യനും ഫുൾ കോൺസെപ്റ്റ് പറഞ്ഞു പോകുമ്പോൾ വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോമെന്റ്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലുള്ള ക്ലാസ്സസ് നിങ്ങൾ റെഫർ ചെയ്യുക. സോ അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കോമെന്റ്സിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. കാലണ്ടറിലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്തത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. If the minute hand and the seconds hand of a clock are 25 minutes apart, what will be the angle formed between them? Easy ചോദ്യമാണ്. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് ഹാൻഡും സെക്കൻഡ് ഹാൻഡും 25 മിനിറ്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ് ഈ 25 മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലോക്കിൽ എത്ര ഡിവിഷൻസ് ഉണ്ടാകും? 12 ഡിവിഷൻസ് ഉണ്ടാകും അല്ലെ? ഇവിടെ 12, 6, 3, 9, 1, 2, വീണ്ടും 4, 5, വീണ്ടും 7, 8, 10, 11 ഇങ്ങനെയാണ് സാധാരണ ഒരു ക്ലോക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ക്ലോക്കിന്റെ ഹാൻഡ്സ് തമ്മിലുള്ള ഡിവിഷൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇത് ഇവിടെ ഒന്നും നെക്സ്റ്റ് ഇവിടെ ഒന്നും അല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 12 ഡിവിഷൻ ആണ് ഒരു ക്ലോക്കിലുള്ളത്. സോ ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കോൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇത്രയും സ്റ്റെപ്സിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഡയറക്ട്ലി പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പോൾ ഇവിടെ ഒരു ക്ലോക്കിൽ വരുന്ന ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെ എത്ര ഡിവിഷൻ ആണ് ഇവിടെ ഉള്ളത്? ടോട്ടൽ ഡിവിഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 12 എണ്ണം ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഡിവിഷനിൽ വരുന്ന ആംഗിളിന്റെ വാല്യൂ നമുക്ക് ഇവിടെ എത്രയായിരിക്കും കിട്ടുന്നത്? 360 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് ഇവിടെ 30 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഈ ആംഗിളിന്റെ വാല്യൂ ഇവിടെ നമുക്ക് 30 ഡിഗ്രി ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു ഇവര് 25 മിനിറ്റ് അപ്പാർട്ടാണ്. അപ്പൊ എത്ര ഡിവിഷൻ ഉണ്ട്? 1, 2, 3, 4, 5 അല്ലെ? അപ്പോൾ അങ്ങനെയെങ്കിൽ 5 ഡിവിഷനിൽ വരുന്ന വാല്യൂ എത്രയായിരിക്കും? 5 ഡിവിഷനിൽ വരുന്നത് 30 × 5 വിച്ച് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ഓപ്ഷൻ നമ്പർ ഡിയിലാണ് നമുക്ക് ഇവിടേക്ക് കിട്ടുക. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റ്. ജസ്റ്റ് ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് നേരത്തെ അറിയാമെങ്കിൽ ഇത്ര മാത്രം ആലോചിക്കുക. ഒരു ക്ലോക്കിന്റെ ഒരു ഡിവിഷനിൽ 30 ഡിഗ്രി വരുന്നുണ്ട്. അങ്ങനത്തെ 5 ഡിവിഷൻ ആണെങ്കിൽ 30 × 5 ചെയ്താൽ 180 ഡിഗ്രി ഒറ്റയടിക്ക് തന്നെ നമ്മുടെ ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. On 10th March 2005 falls on Friday. What day of the week was it on 10th March 2004? ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ് ഏതൊക്കെയാണ്? 10th March 2005 ഏത് ഡേറ്റ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏതാണ്? അതൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് 10th March 2004 ആണ്. അത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒരു വർഷത്തിൽ സാധാരണ വർഷമാണെങ്കിൽ അതിൽ ഒരു ഓഡ് ഡേയും, എന്നാൽ അതൊരു അധിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ അതിൽ 2 ഓഡ് ഡേയും വരും അല്ലെ? അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 2004 ആണ്. അപ്പൊ 2004 ഒരു ലീപ്പ് ഇയർ ആണ് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസം ആണ് അധികം വരുന്നത്. അപ്പൊ നേരെ -2 ചെയ്താൽ 2005 നിന്ന് 4ലേക്കാണല്ലോ പോകേണ്ടത്. അപ്പൊ നമ്മളിവിടെ സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. -2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെനസ്ഡേ ആൻസർ ആയിട്ട് കിട്ടും. നമ്മൾ അങ്ങനെ ആൻസർ മാർക്ക് ചെയ്യും. പക്ഷേ ഈ ക്വസ്റ്റനിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല നമ്മൾ ഈ ക്വസ്റ്റൻ സോൾവ് ചെയ്യുന്നത്. കാര്യം 2004 എന്നൊക്കെ പറയുന്നത് ലീപ്പ് ഇയർ തന്നെയാണ്. സംഭവം ശരിയാണ്. പക്ഷെ ഈ ലീപ്പ് ഇയറിലെ ലീപ്പ് ഡേ എന്ന് പറയുന്നത്, അതായത് അധികം വരുന്ന ദിവസം ഏതാണ്, ലീപ്പ് ഇയറിലെ ലീപ്പ് ഡേ ഏതാന്ന്
എപ്പോഴാന്ന് കൂടി നമ്മൾ നോക്കണം. ലീപ് ഡേ ആയിട്ട് ഇവിടെ വരുന്നത് ഫെബ്രുവരി 29 അല്ലെ? ഫെബ്രുവരി 29 മാർച്ചിന് മുമ്പാണ് ശേഷമാണ്? മാർച്ചിന് മുമ്പാണ്. സോ എന്ന് വെച്ചാൽ ഫെബ്രുവരി 29 ലീപ് ഡേ. സോ അത് കഴിഞ്ഞ് ഈ മാർച്ച് 10 2004 തൊട്ട് മാർച്ച് 10 2005 വരെ ശരിക്കും പറഞ്ഞാൽ 365 ദിവസമേ ഉള്ളൂ. അതായത് ലീപ് ഇയർ ആയിട്ട് നമ്മൾ ഇതിനെ കൂട്ടേണ്ട കാര്യമില്ല. അതേസമയം നിങ്ങളുടെ ചോദ്യത്തില് ഇവിടെ ഫെബ്രുവരി 10 അതായത് മാർച്ച് 10 പകരം ഫെബ്രുവരി 10 2005 നിങ്ങൾക്ക് ഒരു ഡേ മേ ബി ഫ്രൈഡേ ആണെന്ന് തന്നു. എന്നിട്ട് നിങ്ങളോട് 10 ഫെബ്രുവരി 2004 കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ അന്നേരം ഇതിന് വീണ്ടും ലീപ് ഇയർ ആയിട്ട് തന്നെയാണ് കണക്ക് കൂട്ടുക. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്? ഈ ക്വസ്റ്റ്യനിലെ ലീപ് ഇയർ ആയിട്ട് എന്തുകൊണ്ട് കൂട്ടുന്നില്ല? കാരണം ഫെബ്രുവരി 29 കഴിഞ്ഞിട്ടാണ് മാർച്ച് വരുന്നത് അല്ലെ? എന്നാൽ ഇവിടെ 10 ഫെബ്രുവരി ടു അടുത്ത 10 ഫെബ്രുവരിയിൽ അതിന്റെ ഇടയ്ക്കാണ് ഈ ഫെബ്രുവരി 29 വരുന്നത്. അപ്പൊ ഇതിന് ലീപ് ഇയർ ആയിട്ട് കൂട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ലീപ് ഇയർ ആയിട്ട് കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതിനെ നോൺ ലീപ് ഇയർ ആയിട്ട് തന്നെ കൂട്ടുക. അതിന്റെ കൂടെ ഈ എക്സ്ട്രാ അപ്പോൾ ഒരു ദിവസം മാത്രം നമ്മളിവിടെ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. സോ ഇത് മാർച്ച് ആയതുകൊണ്ടാണ്, ഫെബ്രുവരി 29 കഴിഞ്ഞു പോയത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യുക? -2 എടുക്കേണ്ട കാര്യമില്ല, -1 എടുക്കുക. ഫ്രൈഡേയുടെ തൊട്ട് തലേ ദിവസം ഏതാണ്? തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ ആണ് ചോദ്യത്തിന്റെ ശരി ഉത്തരം. ഓപ്ഷൻ നമ്പർ ഡി ആണ് ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ ചോദ്യം എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, കാലണ്ടർ എന്ന് പറയുന്നത് ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാം. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കോമന്റ്സിലൂടെ ചോദിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു സെഷൻ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലെ ക്ലാസ്സിൽ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. A clock is set right at 9 AM. The clock gains 10 minutes in 24 hours. What will be on the true time when the clock indicates 2 PM the following day? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ എ ക്ലോക്ക് സെറ്റ് റൈറ്റ് അറ്റ് 9 AM. ഒരു ദിവസം രാവിലെ 9 മണിക്ക് ഒരു ക്ലോക്കിനെ കറക്റ്റ് ആക്കി വെച്ചു. ഇറ്റ് ഗെയിൻസ് 10 minutes in 24 hours അല്ലെ? അപ്പോൾ ഈ ക്ലോക്ക് ഗെയിൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പോൾ ഇത് ഡിഫക്റ്റീവ് ക്ലോക്കിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഡിഫക്റ്റീവ് ക്ലോക്ക്സ് 2 രീതിയിലാണ് ഉള്ളത്. സോ അതിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലൂസിങ് ആയിട്ടുള്ള ക്ലോക്കും, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഗെയിനിങ് ആയിട്ടുള്ള ക്ലോക്കുമാണ്. അപ്പൊ എന്താ വ്യത്യാസം? ഇപ്പോൾ ഡിഫക്റ്റീവ് ക്ലോക്കിന്റെ കാര്യം പഠിക്കണമെങ്കിൽ ഇപ്പൊ ശരിക്കുള്ള സമയം 7 മണിയാണെന്ന് വിചാരിക്കുക. ലൂസിംഗ് ക്ലോക്ക് കാണിക്കുന്നത് 6:45 ആയിരിക്കും, ഗെയിനിങ് ക്ലോക്ക് കാണിക്കുന്നത് 7:15 ആയിരിക്കും. അപ്പൊ എന്താ അതിന്റെ വ്യത്യാസം? ലൂസിംഗ് ക്ലോക്ക് എന്ന് വെച്ചാൽ അത് ശരിക്കുള്ളതിനേക്കാളും സമയം കുറച്ച് കാണിക്കും, ഗെയിനിങ് ക്ലോക്ക് എന്ന് വെച്ചാൽ അത് ശരിക്കുള്ളതിനേക്കാളും സമയം കൂട്ടി കാണിക്കും. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ക്ലിയർ? അപ്പൊ ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ പറയണു 24 മണിക്കൂറിൽ അത് 10 മിനിറ്റ് ഗെയിൻ ചെയ്യും എന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ ശരിക്കും 24 മണിക്കൂർ കാണിക്കുന്നതിന് പകരം അത് 24 മണിക്കൂറും 10 മിനിറ്റും കൂടെ കാണിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പറയാം 24 hours പ്ലസ് 10 minutes ഓഫ് നമ്മുടെ തെറ്റായ ക്ലോക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ക്ലോക്ക് ആണ് ശരിക്കുമുള്ള 24 മണിക്കൂർ അല്ലെ? സോ 24 hours ഓഫ് കറക്റ്റ് ക്ലോക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് പറയാം. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ ഈ 24 hours പ്ലസ് 10 minutes എന്ന് വെച്ചിട്ടുള്ളതിന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? 24 പ്ലസ് 10 മിനിറ്റ് എത്രയിലാണ്? ഇതിനെ അവറിലേക്ക് മാറ്റുകയാണെങ്കിൽ 10 ഔട്ട് ഓഫ് 60 മിനിറ്റ്. കാരണം ഒരു മിനിറ്റ് ഒരു അവറിൽ 60 മിനിറ്റ് ആണല്ലോ ഉള്ളത് അല്ലെ? അപ്പോൾ 24 പ്ലസ് 10/60 എന്ന് നമുക്ക് ഇതിനെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1/6 എന്ന് കിട്ടും അല്ലെ? അപ്പോൾ നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എത്രയായിരിക്കും കിട്ടുന്നത്? ആദ്യം 24 into 6 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടുക? 144 വരും അല്ലെ? അതെ, 144 പ്ലസ് ഇവിടേക്ക് വീണ്ടും 1 കിട്ടും. അപ്പൊ നമുക്ക് 145 കിട്ടും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 145/6 ആണ് ഇവിടത്തെ മറ്റേ ക്ലോക്കിന്റെ കറക്റ്റ് 24 മണിക്കൂറായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇനി നമുക്ക് തന്നിരിക്കുന്നത് പിറ്റത്തെ ദിവസം വാട്ട് വിൽ ബി ദ ടൈം, ട്രൂ ടൈം വെൻ ദ ക്ലോക്ക് ഇൻഡിക്കേറ്റ്സ് 2 PM ഓൺ ദ ഫോളോയിങ് ഡേ. അപ്പോൾ ഇവിടെ 9 മണിക്ക് ഇത് സെറ്റാക്കി, പിന്നത്തെ ദിവസം ആണ് 9 മണിയിൽ നിന്നും 2 മണിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാകും? ഇന്നത്തെ 9 മണി തൊട്ട് നാളത്തെ 9 മണി വരെ 24 മണിക്കൂർ. 9 മണിയിൽ നിന്ന് വീണ്ടും 2 PM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3ഉം 2ഉം 5. സോ മൊത്തം 29 മണിക്കൂറാണ് അപ്പൊ ഇത് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂറേഷൻ എത്രയാണ്? ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 29 hours ആണ്. അത് എവിടെ നിന്നാണ്? 9 AM ഓഫ് 1 day
to 2 PM ഓഫ് സെക്കൻഡ് ഡേ. ഓക്കെ, ആ ഡ്യൂറേഷൻ ആണ് നമുക്ക് ഇവിടെ 29 മണിക്കൂർ എന്ന് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയും നോക്കുക. ഇത് കറക്റ്റ് ക്ലോക്കിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ നമ്മുടെ തെറ്റായ ക്ലോക്കിന്റെ 145/6 ആണ് മറ്റേ കറക്റ്റ് ആയ ക്ലോക്കിന്റെ 24 ആയിട്ട് വരുന്നത്. സോ അങ്ങനെയെങ്കിൽ ഇതിന്റെ 29ന്റെ വാല്യൂ എത്രയായിരിക്കും നമുക്ക് കിട്ടുക? 29 വിൽ ബി ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് 24 into 6 വീണ്ടും into 29 ഡിവൈഡഡ് ബൈ 145 ആണ് നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് 24 ഉണ്ട്, into 6 ചെയ്യാം, into 29 ഉണ്ട്. നമുക്ക് 5 വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ ക്യാൻസൽ, അല്ല 5 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 5 വെച്ചിട്ട് 145നെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 29 തന്നെ കിട്ടും. അപ്പോൾ ഇതും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 24 into 6 ചെയ്താൽ നമുക്ക് വീണ്ടും ആൻസർ ഇവിടേക്ക് 144 ഡിവൈഡഡ് ബൈ 5 വരും അല്ലെ. 5 വെച്ച് ചെയ്ത് കഴിയുമ്പോൾ 29 ക്യാൻസൽ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 29 hours 144/5 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 144/5 എന്ന് വെച്ചാൽ നമ്മൾ അതിനെ എത്ര അവേഴ്സ് എത്ര മിനിറ്റ്സ് ആക്കിയിട്ട് എടുക്കണം എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ഉപയോഗിച്ചുകൊണ്ട് 144നെ ഡിവൈഡ് ചെയ്യാം. നമ്മുടെ ആൻസർ ആദ്യം 2ൽ പോവും, ഇവിടേക്ക് നെക്സ്റ്റ്, എന്നിട്ട് 44 വരും, അപ്പോൾ 8 വരും. നെക്സ്റ്റ് ഇവിടേക്ക് 4 ആണ് വന്നിരിക്കുന്നത് അല്ലെ. സോ 28ഉം അതിന്റെ കൂടെ 4/, ആണ് വന്നിരിക്കുന്നത്. സോ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ എത്രയായിരിക്കും കിട്ടുന്നത്? ഇവിടെ റിമൈൻഡർ ആയിട്ട് വന്നിരിക്കുന്നത് 4 ആണ്. സോ ഔട്ട് ഓഫ് 60 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 48 മിനിറ്റ്സ് ആയിരിക്കും വരുന്നത്. സോ 28 ഹവേഴ്സിന്റെ കൂടെ 48 മിനിറ്റ്സ് ആണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഇതിപ്പോ ശരിക്കും 2 PM ആണെങ്കിലും അതിന്റെ സമയം എത്രയായിരിക്കും? കറക്റ്റ് സമയം എന്ന് പറയുന്നത് 28 ഹവേഴ്സും പിന്നെ 48 മിനിറ്റ്സും കൂടെ പാസ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമ്പർ 1 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഡിഫക്റ്റീവ് ക്ലോക്സിന്റെ കോൺസെപ്റ്റ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോമെന്റ്സിൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൽ ക്ലാസ് റെഫർ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3rd November 1994 falls on a Thursday. What was the day on 20th March 1995? അപ്പൊ ഇതെങ്ങനെയാ സോൾവ് ചെയ്യുക? 2 വ്യത്യസ്ത ഡേറ്റുകളാണ് തന്നിരിക്കുന്നത് അല്ലെ. സോ ആദ്യം 3rd November 1994, ഇത് ദിവസം ഏതാണ്? ഇതൊരു തേഴ്സ്ഡേ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 20th March 1995, അടുത്ത വർഷത്തിലേക്കുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ സോൾവ് ചെയ്യുക? നമുക്ക് ഇവിടെ വർഷത്തിന്റെ ഗ്യാപ്പ് വെച്ച് സോൾവ് ചെയ്യണോ? ഇല്ല, കുറച്ച് മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നവംബർ, നെക്സ്റ്റ് ഇവിടെ ഡിസംബർ, അതിനുശേഷം ഇവിടെ ജനുവരി, പിന്നെ ഫെബ്രുവരി ആൻഡ് മാർച്ച്. ആകെ ഇത്രയും മാസങ്ങളേ ഉള്ളൂ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ അല്ലെ. അപ്പോൾ നവംബറിൽ 30 ദിവസമാണ് ടോട്ടൽ ഉള്ളത്. 3 ദിവസം ഇവിടെ ഓൾറെഡി പോയി. ബാക്കി എത്ര ദിവസം ഉണ്ട്? 27 ദിവസമുണ്ട്. ഡിസംബറിൽ 31 ദിവസം, ജനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരി 95 ആണ്, ലീപ് ഇയർ അല്ല. അപ്പോൾ ആകെ 28 ദിവസം ഉള്ളൂ. മാർച്ചിൽ 20 ദിവസമാണ് ഇവിടെ തന്നേക്കുന്നത്. അപ്പൊ ഇനി ഇതിൽ ഓരോ മാസത്തിലും എത്ര ഓഡ് ഡേയ്സ് ബാക്കി വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ. 28 ആണ് മൾട്ടിപ്പിൾ. അപ്പൊ ഇതിനകത്ത് ഇവിടെ 6 ഓഡ് ഡേയ്സ് വരുന്നുണ്ട്. ഇവിടെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് 28 തവണ പോകും. 28 കൊണ്ട് 4 തവണ പോകും. റിമൈൻഡർ അപ്പം 3 വരും. ഇനി ഇവിടേക്കും റിമൈൻഡർ 3 ആണ്. ഇവിടെ റിമൈൻഡർ 0 ആണ്. ഇനി ഇവിടെ റിമൈൻഡർ 6 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ വാല്യൂ എത്ര കിട്ടും? 6 6 12 15 3 18 ആണ് നമുക്ക് കിട്ടുന്നത്. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഓഡ് ഡേയ്സ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എത്രയായിരിക്കും? തേഴ്സ്ഡേ +4 ആണ് ചെയ്യേണ്ടത്. തേഴ്സ്ഡേ കഴിഞ്ഞാൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ അല്ലെ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഏതാണ്? നമുക്ക് ഇവിടെ മൺഡേ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ നമ്പർ ഡി ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയാം. നമുക്ക് തന്നിരിക്കുന്നത് 3rd November 94 ആണ്. നമുക്ക് വേണ്ടത് തൊട്ടടുത്ത വർഷം ആയതുകൊണ്ട് മാസങ്ങളുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം എത്ര മാസം ഉണ്ടെന്ന് എടുത്തു. ആ ഓരോ മാസത്തിലും എത്ര ഓഡ് ഡേയ്സ് വരുന്നു എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കിയിരിക്കുന്നത്. 27 ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ ഓരോ മാസത്തിലും എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക. ഓൾറെഡി 3rd തന്നിരിക്കുന്നത് കൊണ്ട് നവംബറിൽ ടോട്ടലി 30 ദിവസം, അതിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ 27 ദിവസമാണ് ബാക്കി വരിക. ആ 27 ഇവിടെ എഴുതി. ഡിസംബറിൽ 31 ദിവസം, ജനുവരിയിൽ 31, ഫെബ്രുവരിയിൽ 28, മാർച്ചിൽ
ഇവിടെ തന്നിരിക്കുന്നത് 20 ആയതുകൊണ്ട് നമ്മൾ 20 എടുത്തു. ഓക്കെ, അങ്ങനെ ഓരോ മാസത്തിലും എത്ര ഓഡ് ഡേയ്സ് ബാക്കി മിച്ചം വന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി മിനിറ്റ് ഹാൻഡ് ആൻഡ് ദി അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഇസ് 3:10? ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സമയം 3:10 ആകുമ്പോൾ 3:10 ആകുമ്പോൾ മിനിറ്റ് ഹാൻഡിന്റെയും അവർ ഹാൻഡിന്റെയും ഇടയ്ക്ക് വരുന്ന ആംഗിൾ ഏതാണ്? എങ്ങനെയാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക? ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു 11/2 m മൈനസ് ഓഫ് 30h. ഈ ഒരൊറ്റ ഫോർമുല നിങ്ങൾ പഠിച്ചാൽ ഏത് ആംഗിളും നിങ്ങൾക്ക് അനായാസം കണ്ടെത്താൻ പറ്റും. അപ്പൊ അതിൽ m എന്താണ്, h എന്താണെന്നും കൂടെ നോക്കാം. m എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന മിനിറ്റിന്റെ വാല്യൂ, h എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അവറിന്റെ വാല്യൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം 11/2 ഇൻറ്റു m. മിനിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്? 3:10 ആണ് അല്ലെ. സോ 10 മിനിറ്റ് മൈനസ് ഓഫ് ഇവിടേക്ക് 30 ഇൻറ്റു ഇവിടുത്തെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? അവറിന്റെ വാല്യൂ 3 ആണ്. അത് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇവിടെ 5 വെച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 55 കിട്ടും. മൈനസ് ഓഫ് ഇവിടെ എത്രയാണ്? 90 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 55 നിന്ന് 90 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, 55 ചെറുതാണ്. പക്ഷെ അതുകൊണ്ടാണ് നമ്മളിവിടെ നമ്മുടെ ആബ്സല്യൂട്ടിന്റെ വാല്യൂ എടുക്കുന്നത് കേട്ടോ. അപ്പൊ 90 നിന്ന് 55 പോയാൽ മൈനസ് ഓഫ് 35 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിയുമ്പോൾ ആംഗിൾ നെഗറ്റീവ് വരില്ലല്ലോ, പോസിറ്റീവ് അല്ലേ എടുക്കുക. സോ നമ്മൾ അതിന്റെ പോസിറ്റീവ് എടുത്താൽ 35 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻസിൽ -35 എന്ന് കൊടുത്തേ ഉള്ളൂ. ശരിക്കും നമ്മൾ അതിന്റെ വാല്യൂ എടുക്കുന്നത് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രമാണ്, അതിന്റെ സൈൻ എടുക്കില്ല. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഒറ്റ ഫോർമുല മാത്രം പഠിക്കുക, വേറെ ഒന്നും പഠിക്കേണ്ട. ഈ ഒരു ഒറ്റ ഫോർമുല മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി. 11/2 m മൈനസ് 30h എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം, if 2004 January 16 was Friday, what was the day on 2005 January 16? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് ലീപ്പ് ഇയർ വരുമ്പോൾ നമ്മൾ 2 എടുക്കുന്നതും ചില സമയത്ത് 2 എടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം മേ ബി ആ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നു 2004 ജനുവരി 16 ഒരു ഫ്രൈഡേ ആണ്. ഓക്കെ, അതാണ് നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 2005 ജനുവരി 16. ഓക്കെ, 2005 ജനുവരി 16 എങ്ങനെ കണ്ടുപിടിക്കും? ഒരേ ഡേറ്റ് ആണ്, ഒറ്റ വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 2004 ഇപ്പോൾ ലീപ്പ് ഇയർ ആയിട്ട് എടുക്കണോ അതോ നോൺ ലീപ്പ് ഇയർ ആയിട്ട് എടുക്കണോ? ലീപ്പ് ഇയർ ആണ് 2004 എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ലീപ്പ് ഡേ എവിടെയാണ് വരുന്നത്? ലീപ്പ് ഡേ വരുന്ന സ്ഥലം ഫെബ്രുവരി 29 ആണ് അല്ലെ. സോ ഫെബ്രുവരി 29 ഇവിടെ എവിടെയാണ് വരുന്നത്? ഇതിന്റെ ഉള്ളിലാണ് വരുന്നത് അല്ലെ. അപ്പോൾ ഇതിന് ലീപ്പ് ഇയർ ആയിട്ട് തന്നെ എടുക്കാം. ലീപ്പ് ഇയറിൽ എത്ര ഓഡ് ഡേ ഉണ്ടായിരുന്നു? 2 ഓഡ് ഡേ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇവിടേക്ക് +2 ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? ഇവിടെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യന്റെ ശരിയുത്തരം ഓപ്ഷൻ നമ്പർ സിയിലുള്ള സൺഡേ ആണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നിങ്ങൾക്ക് എന്താ പറയുക, പേപ്പറും പേനയും ഒന്നും എടുക്കേണ്ട ആവശ്യം തന്നെയില്ല. ഈ ഒരൊറ്റ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഒരു വർഷത്തിലും, ഒരു സാധാരണ വർഷത്തിലും, ഒരു ലീപ്പ് ഇയറിലും എത്രയാണ് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് ഇവിടേക്ക് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the minute hand of a clock has moved 300 degree, then how many degrees has the hour hand moved? ഇതാണ് ചോദ്യം. മിനിറ്റ് ഹാൻഡ് 300 ഡിഗ്രി മൂവ് ചെയ്യുന്ന സമയത്ത് അവർ ഹാൻഡ് എത്ര ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക? അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ഇവർ രണ്ടുപേരുടെയും തമ്മിലുള്ള സ്പീഡ് എത്രയാണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് മേ ബി ഒരു നമ്മുടെ ക്ലോക്കിനെ ജസ്റ്റ് വരച്ചു നോക്കാം. ഇവിടെ നമുക്ക് 12 വരും, ഇവിടെ 6 വരും, ഇവിടെ 3, ഇവിടെ 9 അല്ലെ. 1, 2, നെക്സ്റ്റ് ഇവിടേക്ക് 4, 5, 7, 8, 11 അല്ല 10, 11 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1 മണിക്കൂറിന്റെ ഡ്യൂറേഷൻ എടുക്കുക. 1 മണിക്കൂറിന്റെ ഡ്യൂറേഷനിൽ നമ്മുടെ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി കവർ ചെയ്യും? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഹാൻഡ് 1 മണിക്കൂർ ഡ്യൂറേഷൻ കൊണ്ട് 360 ഡിഗ്രി കവർ ചെയ്യും.
അല്ലേ? എന്നാൽ അതേസമയം നമ്മുടെ അവർ ഹാൻഡിന്റെ കാര്യം എടുത്തേ, അവർ ഹാൻഡ് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അത് 1 മണിക്കൂറും കൊണ്ട് ഇവിടെ വരെയാണ് കവർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഡിവിഷൻ ആണ് കവർ ചെയ്യുള്ളൂ. ഒരു ഡിവിഷനിൽ എത്ര ആംഗിൾ ആണ് കവർ ചെയ്യുന്നത്? ആകെ 30 ഡിഗ്രിയാണ് കവർ ചെയ്യുന്നുള്ളൂ, അല്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ സ്പീഡ് നമ്മൾ നോക്കിയാലോ, മിനിറ്റ് ഹാൻഡ് ഇസ് ടു അവർ ഹാൻഡ്, അതിന്റെ സ്പീഡ് എത്രയാണ്? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 30 ഡിഗ്രി, അതാണ് അതിന്റെ റേഷ്യോ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് 12:1 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ മിനിറ്റ് ഹാൻഡ് 12 ഓടുന്നിടത്ത് അവർ ഹാൻഡ് ആകെ 1 മാത്രമാണ് ഓടുള്ളൂ. ക്ലിയർ? സോ മിനിറ്റ് ഹാൻഡ് 12 ഡിഗ്രി ഓടുമ്പോൾ അവർ ഹാൻഡ് ആകെ 1 ഡിഗ്രിയാണ് ഓടുള്ളൂ. ഇതാണ് ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ. ഓക്കെ, ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ ഇവരുടെ റേഷ്യോ 12:1 ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഇപ്പം എത്രയാണ് ഓടിയിരിക്കുന്നത്? 300 ഡിഗ്രിയാണ് ഓടിയിരിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ അവർ ഹാൻഡ് എത്ര ഓടി എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇതിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 2ഉം 25 ആണ് കിട്ടുന്നത്, അല്ലേ? സോ 25 കിട്ടും. അങ്ങനെയെങ്കിൽ അവർ ഹാൻഡ് എത്രയായിരിക്കും ഓടിയിട്ടുണ്ടാവുക? 25 ഇൻറ്റു ഇവിടുത്തെ പാർട്ട് എത്രയാണ്? 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 25 ഡിഗ്രി. സോ 25 ഡിഗ്രിയാണ് ഈ അവർ ഹാൻഡ് ഓടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത കോൺസെപ്റ്റ് എന്തായിരുന്നു? ആദ്യം നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും സ്പീഡിന്റെ റേഷ്യോ എത്രയാണ് വരിക എന്ന് കണ്ടുപിടിച്ചു. റേഷ്യോ എങ്ങനെയാണ് കിട്ടുന്നത്? മിനിറ്റ് ഹാൻഡ് 1 മണിക്കൂർ കൊണ്ട് ഒരു ഫുൾ റൊട്ടേഷൻ 360 ഡിഗ്രി പോകും. അവർ ഹാൻഡ് 1 മണിക്കൂർ കൊണ്ട് ഒരു ഡിവിഷൻ ആകെ 30 ഡിഗ്രി പോകുള്ളൂ. അപ്പൊ അവരുടെ സ്പീഡിന്റെ റേഷ്യോ 12:1 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് അടുത്ത ചോദ്യം. If 1st February 2022 was Tuesday, what was the day of the week on 14th November 2022? So 1st February നമുക്ക് തന്നിട്ടുണ്ട് 2022 അതേ വർഷത്തിലെ നവംബർ 14 ഏതാണെന്നാണ് ചോദ്യം. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഡേറ്റ്സ് എടുത്ത് നോക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 1st February ആണ് 2022. അത് എന്ത് ദിവസമാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അതൊരു ട്യൂസ്ഡേ ആണ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് 14th February 2022 ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 14th February അല്ലല്ലോ, 14th November 2022 കേട്ടോ. അതൊന്ന് റെഡി ആക്കട്ടെ, അതുകൊണ്ട് കറക്റ്റ് എഴുതട്ടെ. 14th November 2022 ഏതാന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര മാസം ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഫെബ്രുവരി ഉണ്ട്, പിന്നെ മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്, മെയ് ഉണ്ട്, നെക്സ്റ്റ് ജൂൺ ഉണ്ട്, ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഓരോ മാസത്തിലും എത്ര ദിവസം ബാക്കിയുണ്ടെന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് എഴുതി പോവാം. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് പോവാം. എക്സാമിന് എഴുതുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ചിലപ്പം ഇപ്പം ഞാൻ മാർച്ചിൽ ഓഡ് ഡേയ്സ് 3 ആണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ 3 വന്നു എന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ്, അത് എങ്ങനെ കിട്ടുന്നു എന്നുള്ള സ്റ്റെപ്പ് കൂടെ ഈ ക്വസ്റ്റനിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാമെങ്കിൽ ഈ പോർഷൻ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, കുഴപ്പമില്ല. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫെബ്രുവരിയിൽ ശരിക്കും ഇത് 2022 ലീപ്പ് ഇയർ ആണോ? അല്ല. അപ്പോൾ ഇതിൽ 28 ദിവസം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം ഇവിടെ ഓൾറെഡി തീർന്നു. അപ്പോൾ ഇനി ബാക്കി 27 ദിവസങ്ങൾ ഉണ്ടാകും. മാർച്ചിൽ 31 ദിവസം, ഏപ്രിലിൽ 30 ദിവസം, മെയ്യിൽ 31 ദിവസം, ജൂണിൽ 30 ദിവസം, ജൂലൈയിൽ 31 ദിവസം, ഓഗസ്റ്റിൽ 31, സെപ്റ്റംബറിൽ 30, ഒക്ടോബറിൽ 31. ഇനി ഇവിടെ നെക്സ്റ്റ് നവംബർ ആണ്. നവംബറിൽ 14 ദിവസമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്താൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഇതിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ 3 ഓഡ് ഡേയ്സ് ഉണ്ട്. ഇവിടെ ഡിവൈഡ് ചെയ്താൽ 2, വീണ്ടും ഡിവൈഡ് ചെയ്താൽ 3, വീണ്ടും ഡിവൈഡ് ചെയ്താൽ 2, വീണ്ടും ഡിവൈഡ് ചെയ്താൽ 3, വീണ്ടും ഡിവൈഡ് ചെയ്താൽ 3, ഇവിടെ ഡിവൈഡ് ചെയ്താൽ 2, വീണ്ടും ഡിവൈഡ് ചെയ്താൽ 3, ഇവിടെ ഡിവൈഡ് ചെയ്താൽ 0. അപ്പൊ ഇത്രയും ഓഡ് ഡേയ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ ആഡ് ചെയ്യാം. 3ഉം 2ഉം 5, 5ഉം 5ഉം 10. ഓക്കെ, വീണ്ടും 3ഉം 2ഉം 5, അപ്പോൾ 15, 6, 21. ഓക്കെ, 21ഉം 6ഉം ആഡ് ചെയ്താൽ 27 കിട്ടും. സോ 27 ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ നമുക്ക് ഇവിടെ 6 ഓഡ് ഡേയ്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ ചെയ്ത സ്റ്റെപ്പില്ലേ,
ഇത് മാത്രം ആക്ച്വലി നിങ്ങൾക്ക് മതി. ഈ നടുക്കുള്ള സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ അത്രയും സമയം എടുക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് ഡേറ്റ് കിട്ടിയെങ്കിൽ ട്യൂസ്ഡേ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? +6 ചെയ്താൽ മതി. +6 എന്ന് വെച്ചാൽ എന്തായിരിക്കും? +7 ചെയ്ത അടുത്ത ട്യൂസ്ഡേ. അപ്പോൾ +6 ചെയ്താലോ? ട്യൂസ്ഡേക്ക് തൊട്ട് മുമ്പുള്ള ദിവസം ഏതായിരിക്കും? മൺഡേ ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഏതാണ് വരുന്നത്? മൺഡേ ആണ്. ഓപ്ഷൻ നമ്പർ എയിലാണ് മൺഡേ വരുന്നത്. അതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ടുഡേ ഇസ് സാറ്റർഡേ വാട്ട് വിൽ ബി 350 ഡേയ്സ് ഫ്രം നൗ? ഇതാണ് ചോദ്യം. അതായത് ഇന്ന് ഒരു സാറ്റർഡേ ആണെങ്കിൽ 350 ദിവസം കഴിയുമ്പോൾ എന്ത് ദിവസമായിരിക്കും? എങ്ങനെയാണ് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഇവിടെ 1-ാം തീയതി ഒരു മൺഡേ ആണെന്നുണ്ടെങ്കിൽ അടുത്ത മൺഡേ വരുന്ന എപ്പോഴായിരിക്കും? +7 ചെയ്താൽ നമുക്കറിയാം 8-ാം തീയതി മൺഡേ ആയിരിക്കും. പിന്നെ വീണ്ടും +7 ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് 15-ാം തീയതി മൺഡേ ആയിരിക്കും. പിന്നെയും +7 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 22 വരും, അതും മൺഡേ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഡേ കഴിഞ്ഞിട്ട് 7 ദിവസം കൂടുമ്പോൾ അതേ ഡേ റിപ്പീറ്റ് ചെയ്ത് വരും അല്ലെ? അപ്പൊ ഇവിടെ 350 ദിവസം എന്ന് തന്നിട്ടുണ്ട്. സോ 350 ദിവസത്തിന് എത്ര ആഴ്ച ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? അതിനെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? സോ ഇവിടെ ഒരു വീക്കിൽ നമുക്ക് 7 ഡേയ്സ് ആണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് എത്ര ഡേയ്സ്, ഈ 350 എത്ര വീക്സ് ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ നമ്മുടെ ആൻസർ ഇവിടെ 50 കിട്ടും അല്ലെ? സോ 50 വീക്സ് ആണ് ഇവിടെ വരുന്നത്. സോ 50 വീക്സ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ ഏത് ദിവസമാണ് വരിക? 350 ദിവസം കഴിയുമ്പോഴും സാറ്റർഡേ തന്നെ വരും. ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ ഇന്ന് 7 ദിവസം കഴിയുമ്പോൾ സാറ്റർഡേ വരും, 14 കഴിയുമ്പോൾ സാറ്റർഡേ വരും, 21 കഴിയുമ്പോൾ സാറ്റർഡേ വരും. സോ 7ന്റെ മൾട്ടിപ്പിൾസ് കഴിഞ്ഞാൽ സാറ്റർഡേ തന്നെ വരും. സോ ഇത് 7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ് കിട്ടുന്നത്? 7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ സാറ്റർഡേ എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ സാറ്റർഡേ തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The time shown by the reflection of a clock in a mirror is 7 hours 25 minutes. What is the actual time of the clock? വീണ്ടും റിഫ്ലക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു ക്ലോക്കിൽ കാണിക്കുന്ന റിഫ്ലക്ഷനിൽ 7 hours 25 minutes ആണ് ഗിവൻ ടൈം. ഓക്കെ, അപ്പോൾ അതിന്റെ ആക്ച്വൽ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മിറർ ടൈം ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ആക്ച്വൽ ടൈം. ഓക്കെ, സോ ആക്ച്വൽ ടൈം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ആലോചിച്ച് നോക്കിക്കേ. ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 3 ഫോമാറ്റ് ഉണ്ട് അല്ലെ? ഒന്നാമത്തെ ഫോമാറ്റ് ഏതായിരുന്നു? 12 മണി. രണ്ടാമത്തെ ഫോമാറ്റ് 11:60. ഇനി മൂന്നാമത്തെ ഫോമാറ്റ് 23:60. ഇതിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏതിൽ നിന്നെങ്കിലും സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ശരി ഉത്തരം അല്ലെ? അപ്പൊ ഇവിടേക്ക് 12 ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ ചെയ്ത് നോക്കുക. 7:25 11:16 സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 60 നിന്ന് 25 പോയാൽ 35, 11 നിന്ന് 7 പോയാൽ 4 കിട്ടും. സോ 4:35 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? 4 hours and 35 minutes. അതാണ് ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ പല തരത്തിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ഓരോ എക്സാമ്പിൾ മാത്രമാണ് ആവുന്നുള്ളൂ. അപ്പൊ എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ കോൺസെപ്റ്റ്സ് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്ക് കൂടുതൽ ഈ ടോപ്പിക്സിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ഇതിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോമിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ 2 ടോപ്പിക്സും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പം ആൻസർ തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എക്സാംസിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നുകയാണെങ്കിലും ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ കൺസേൺ റേസ് ചെയ്യുകയാണെങ്കിൽ എൻട്രിയിൽ നിന്നും നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സർവീസ് ആണ്. അപ്പോൾ ഈ സർവീസ് നിങ്ങൾ വെറുതെ മിസ് ചെയ്ത് കളയരുത്. ജസ്റ്റ് നിങ്ങളുടെ കൺസേൺ എന്താണെന്ന് അറിയിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
അടുത്ത ചോദ്യം, a clock loses 30 seconds in each hour. If the clock is set right at 12 noon Sunday, what angle will the hour needle and the minute hand will make at each other at midnight on the same day? ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, a clock loses 30 seconds each hour. സോ ഓരോ മണിക്കൂറിലും 30 സെക്കൻഡ് ഒരു ക്ലോക്ക് ലൂസ് ചെയ്യും. ലൂസ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, കുറഞ്ഞു വരും അല്ലേ. എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ 30 സെക്കൻഡ് ആകും. അപ്പോൾ 2 മണിക്കൂറിൽ അത് എത്രയാകും, 2 മണിക്കൂറിൽ 30 60 സെക്കൻഡ് ലൂസ് ചെയ്യും. 3 മണിക്കൂറിൽ 60 30 90 സെക്കൻഡ് ലൂസ് ചെയ്യും. 4ാമത്തെ മണിക്കൂർ ആകുമ്പോഴേക്കും അത് 120 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് ലൂസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമ്മൾ ലൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഗെയിനിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പ്രകാരം ഇറ്റ് ലൂസസ് 30 സെക്കൻഡ്സ് ഇൻ ഈച്ച് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് എടുത്ത് എഴുതുകയാണ് കേട്ടോ, 30 സെക്കൻഡ്സ് ഇൻ ഈച്ച് അവർ. അപ്പോൾ നമ്മുടെ 1ാമത്തെ മണിക്കൂറിൽ അത് എത്രയായിരിക്കും, 30 സെക്കൻഡ് ആണ് വരുന്നത്. ഇനി 2ാമത്തെ മണിക്കൂറിൽ എത്രയായിരിക്കും, 30യും 30യും 60 സെക്കൻഡ്, അല്ലെങ്കിൽ ഇത് 1 മിനിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടാകും. ക്ലിയർ. ഇനി വീണ്ടും 3ാമത്തെ മണിക്കൂർ ആയപ്പോഴേക്കും അത് 90 സെക്കൻഡ് ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ മണിക്കൂർ ആകുമ്പോഴേക്കും അത് 120 സെക്കൻഡ് അല്ലെങ്കിൽ 2 മിനിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇവിടെ എത്ര ഡ്യൂറേഷൻ ഉണ്ടോ ഓരോ 2 മണിക്കൂറിലും ഇത് 1 മിനിറ്റ് ലൂസ് ചെയ്ത് പോവുകയാണ്. ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡ്യൂറേഷൻ നോക്കാം. ഇതിനെ 12 നൂണിന് നമ്മൾ കറക്റ്റ് സെറ്റാക്കി വെച്ചു. സോ 12 PM നൂൺ തൊട്ട് what angle will the hour hand and the minute hand make at each other at midnight on the same day? അപ്പോൾ 12 PM തൊട്ട് മിഡ്നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്, 12 AM വരെയാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം അല്ലേ. അപ്പോൾ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 12 മണിക്കൂറായിരിക്കും. സോ 12 മണിക്കൂറിലെ ഡ്യൂറേഷനിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ സാധാരണ 12 മണിയിൽ ഈ 2 ക്ലോക്കിന്റെ സൂചികളും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 2 സൂചിയും 12 മണിക്ക് 12 തന്നെയായിരിക്കും. അപ്പോൾ സാധാരണ ഇതിന്റെ ആംഗിൾ 0 ഡിഗ്രി ആണ് വരേണ്ടത് അല്ലെ, 12 മണിയാണെങ്കിൽ. പക്ഷെ ഇതൊരു സാധാരണ ക്ലോക്ക് അല്ല, ഇത് ഓരോ മണിക്കൂറിലും 30 സെക്കൻഡ് ലൂസ് ചെയ്തു പോകുന്ന ക്ലോക്കാണ്. അപ്പോൾ ഈ 12 മണിക്കൂറിൽ ഇത് എത്ര ലൂസ് ചെയ്യുന്നുണ്ടാകും, 2 മണിക്കൂർ കൂടുമ്പോൾ 1 മിനിറ്റ് ലൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് 12 മണിക്കൂറിൽ ഇത് എത്ര ലൂസ് ചെയ്യുന്നുണ്ടാകും, 12/2 ആണ് അല്ലെ. അപ്പോൾ ഇത് 6 മിനിറ്റ് ആണ് ഇത് മൊത്തം ലൂസ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് നമുക്കതവിടെ കിട്ടിയത്, 12 മണിക്കൂറിൽ 30 സെക്കൻഡ് ലൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 360 സെക്കൻഡ് കിട്ടും. 360 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ നമുക്ക് 6 മിനിറ്റ് ആണ് അത് ടോട്ടലി ലൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ടോട്ടൽ ലൂസ് ടൈം എന്ന് പറയുന്നത് 6 മിനിറ്റ് ആയിരിക്കും. സോ അപ്പോൾ ഈ 6 മിനിറ്റിൽ ഇതിൽ വരുന്ന ആംഗിൾ എത്രയാണോ ആ ആംഗിൾ ആയിരിക്കും ഇവിടെ വ്യത്യാസമായിട്ട് ഉണ്ടാവുക. ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ 6 മിനിറ്റിൽ എങ്ങനെയാണ് നമുക്ക് വാല്യൂ കിട്ടുക, അപ്പോൾ അതും ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ക്ലോക്കിൽ ഇപ്പം എത്ര ഡിവിഷൻസ് ഉണ്ട്, 12 ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ എത്ര മിനിറ്റ് ഉണ്ട് നമ്മുടെ ക്ലോക്കിൽ, ഇവിടം തുടങ്ങി ഇവിടം വരെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ക്ലോക്കിൽ 60 മിനിറ്റ് ആണ് സാധാരണ ഉണ്ടാവുക അല്ലെ. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് ക്ലോക്കിന്റെ മൊത്തം ആംഗിൾ ആയിട്ടുള്ള 360 ഡിഗ്രി. സോ 60 മിനിറ്റ് 360 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ 1 മിനിറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും, 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 60 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 6 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ടോട്ടൽ ലൂസ് ചെയ്യുന്നത് 6 മിനിറ്റ് ആണ്. അപ്പോൾ 6 മിനിറ്റിന്റെ ഡിഗ്രി എത്രയായിരിക്കും, 6 × 6 36 ഡിഗ്രി ആണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. സോ 36 ഡിഗ്രി ഓപ്ഷൻ നമ്പർ എയിലുണ്ട്. അതാണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ 12 മണിയിൽ ആംഗിൾ 0 ആയിരിക്കണം. പക്ഷെ ഇത് ഓരോ മണിക്കൂറും 30 സെക്കൻഡ് ലൂസ് ചെയ്യുമ്പോൾ 12 മണിക്കൂറിൽ മൊത്തം 6 മിനിറ്റ് ലൂസ് ചെയ്യും. 6 മിനിറ്റിന്റെ ആംഗിൾ വാല്യൂ 36 ഡിഗ്രി ആണ്. അത് നമ്മളിവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്സിൽ നിന്നും നമ്മളിവിടെ കവർ ചെയ്തു. നമ്മൾ കവർ ചെയ്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻ വന്നാൽ തീർച്ചയായിട്ടും കോമന്റ്സിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പം മറ്റ് എക്സാംസിന് പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരിലേക്കും കൂടെ നിങ്ങൾ ഇത് എത്തിക്കുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അത് അവർക്ക് കൂടി യൂസ്ഫുൾ ആയിക്കോളും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് വരുന്ന ഒരു വീഡിയോ പോലും നിങ്ങൾ ആ സമയത്ത് മിസ് ചെയ്ത് പോകരുത്. ഒരുപാട് നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ട്രിക്സും ഒക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. സോ
അത് മിസ് ചെയ്തു പോവാതിരിക്കാൻ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ പുതിയ വീഡിയോസ് വരുന്നത് നിങ്ങൾ അറിയില്ല, മിസ്സായി പോകും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ എഴുതി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.